ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ്റെ 5th സെക്ഷനാണ്. ഓൾറെഡി നമ്മൾ 4th സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇന്ന് നമുക്ക് ഇന്നത്തെ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. എസ്റ്റിമേഷൻ്റെ 5th സെക്ഷൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ഡാം പ്രൂഫ് കോഴ്സ്? ഏതാണ് ഡാം പ്രൂഫ് കോഴ്സിന് കറക്റ്റ് ഓപ്ഷൻ? ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ക്യൂബിക് മീറ്റർ, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ റണ്ണിംഗ് മീറ്റർ, it is not provided at sills of the door, it is provided for half the width of the plinth level. So ഇതാണ് കറക്റ്റ്. ഇത് നമ്മൾ ഏതിലാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻഡ് റണ്ണിംഗ് മീറ്റർ ഇതും തെറ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ് അറ്റ് സീൽസ് ഓഫ് ദ ഡോർ. സീൽസ് ഓഫ് ദ ഡോർസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക്. സോ ഇത് കറക്റ്റ് ഓപ്ഷനാണ്. ഇത് തെറ്റാണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the density of mild steel in quintal per cubic meter? മൈൽഡ് സ്റ്റീൽ ആണ് ചോദിച്ചിരിക്കുന്നത്. മൈൽഡ് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ക്യൂബിക് മീറ്റർ. ഓക്കെ, ക്വിൻറ്റലിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 7.58 ആണോ, 78.5 ആണോ, 490 ആണോ, 7850 ആണോ? സോ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റീൽ നമുക്കറിയാം 7850 ആണ് അല്ലേ. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ 7850 ആണ്. യൂണിറ്റ് എന്താണ്? kg/cm². ഓക്കെ, ഇത് നമുക്ക് ജനറൽ ആയിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ക്വിൻറ്റലിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിൻറ്റലിലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്വിൻറ്റലിലാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്നത് 1 ടണ്ണിൽ എത്ര kg ആണ്? 1 ടണ്ണിൽ എത്ര kg ആണ്? നമ്മൾ 1 ടണ്ണിൽ 1000 kg ആണ്. ഓക്കെ, 1 ടണ്ണിൽ 1000 kg ആണ്. അതേപോലെ 1 ക്വിൻറ്റലിൽ എത്ര kg ആണ്? 1 ക്വിൻറ്റലിൽ നമ്മുടെ 100 kg ആണ്. ഓക്കെ, 1 ക്വിൻറ്റലിൽ 100 kg ആണ്. സോ ഇതിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 1/100. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ ഇൻറ്റു ക്വിൻറ്റൽ ആകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? അപ്പോൾ 78.50 ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ, 78.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലീനിങ് ആൻഡ് ഫിക്സിംഗ് ഓഫ് ഗ്ലാസ് പാനൽ ഈസ് മെഷേർഡ് ഇൻ ക്യൂബിക് മീറ്റർ ആണോ, മീറ്റർ ആണോ, നമ്പർ ആണോ, സ്ക്വയർ മീറ്റർ ആണോ? സോ ക്ലീനിങ് ആൻഡ് ഫിക്സിംഗ് നമ്മുടെ നമ്പറിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലീനിങ് ആൻഡ് ഫിക്സിംഗ് ഓഫ് ഗ്ലാസ് പാനൽ ഈസ് മെഷേർഡ് ഇൻ നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ 1 cubic meter ഓഫ് ബ്രിക്ക് വർക്ക് വിത്ത് സിമെൻറ്റ് മോട്ടർ 1:4. സോ സിമെൻറ്റ് മോട്ടറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 0.05 ആണോ, 0.06 ആണോ, 0.2 ആണോ, 0.24 ആണോ? സോ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുന്നു. സോ നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, വോളിയം ഓഫ് ഡ്രൈ മോട്ടർ ഇൻ ബ്രിക്ക്. ഡ്രൈ മോട്ടർ ഇൻ ബ്രിക്ക് വർക്ക് എത്രയാണ്? നമ്മളിതിൻ്റെ ചെറുതായിട്ട് ഡെറിവേഷൻ നോക്കിയായിരുന്നു. ഓക്കെ, ബ്രിക്ക് വർക്ക് എത്രയാണ്? 0.289 ആണ്. ഓക്കെ, 289. ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ വെറ്റ് മോട്ടർ എന്ന് വെച്ചാൽ എത്രയാണ്? 23 ഇൻറ്റു 1.25. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ക്യൂബിക് മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എത്രയാണ് അതിൻ്റെ റേഷ്യോ? അതായത് 1/5. 5 എങ്ങനെയാണ് വന്നത്? 1 + 4, അതാണ് 5. ഓക്കെ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ആൻസർ എത്രയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എത്രയാണ് നോക്കാം. 0.289 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5. 0.0578. 0.0578 ഏതിൻ്റെ ക്ലോസ് ആണ്? ഈ ആൻസറിൻ്റെ, അതായത് 0.06ൻ്റെ ക്ലോസ് ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കൺവേർഷൻ ഓഫ് ലിഫ്റ്റ് ഇൻറ്റു ലീഡ്? ലിഫ്റ്റിനെ ലീഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കൺസിഡറേഷൻ ചെയ്യുന്നത്? ലിഫ്റ്റ് അപ് ടു 3.6 ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹൊറിസോണ്ടൽ ലീഡ് ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് 10. ഇതാണോ? അതോ 3.6നെ കൺവേർട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലീഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 15 ആണോ? ഓർ 3.6 ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹൊറിസോണ്ടൽ ലീഡ് ബൈ മൾട്ടിപ്ലൈയിങ് 20 ആണോ? അതേപോലെ ലിഫ്റ്റ് അബോവ് 6 മീറ്റർ ഈസ് കൺവേർട്ടഡ് വിത്ത് ഹൊറിസോണ്ടൽ ലീഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് 10 ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ ഇതിനെ നമുക്ക് ലിഫ്റ്റ് ഇൻറ്റു ലീഡ് കൺവേർഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ലിഫ്റ്റ് ഇൻറ്റു ലീഡ് കൺവേർഷൻ. സോ ലിഫ്റ്റിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഡീറ്റെയിൽസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതിൻ്റെ നമുക്ക് കൺവേർഷൻ ഇപ്പോൾ നോക്കാം. ഓക്കെ, ലിഫ്റ്റ് ഇൻ കേസ് ലെസ് ദാൻ ഈക്വൽ ടു 3.6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ലീഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ലീഡ് ഈക്വൽസ് ടു ലിഫ്റ്റ് ഇൻറ്റു 10. ഓക്കെ, ലിഫ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? അത് ഇൻറ്റു 10 ചെയ്യണം. അതേപോലെ 3.6 to 6 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം?
ലീഡിൻ്റെ വാല്യൂ എന്താണ്? ലീഡിൻ്റെ വാല്യൂ ലിഫ്റ്റ് സ്ക്വയർ. ഓക്കെ, ലിഫ്റ്റിൻ്റെ എത്രയാണ് വാല്യൂ കിട്ടുന്നത് അതിന് സ്ക്വയർ ചെയ്യണം ഇൻറ്റു 8.3. അപ്പോൾ നമ്മുടെ ലീഡ് കൺവേർഷൻ ആയി. ഓക്കെ, പിന്നെ ഇൻ കേസ് 6 മീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് ലീഡിൻ്റെ വാല്യൂ? ലീഡിൻ്റെ വാല്യൂ എന്താണ്? ലീഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഇൻറ്റു 20. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റിനെ ലീഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആവും എന്താണെന്ന്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ നോക്കുവാണ്. 3നേക്കാളും കുറവായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ 3നേക്കാളും കുറവ് 3 എടുക്കാം. 3.6നേക്കാളും കുറവ് അപ്പോൾ 3. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വാല്യൂ? ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും. സോറി, ലീഡ് എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും. അതെങ്ങനെയാണ്? 3 × 10. ഓക്കെ, 3 × 10. ഓക്കെ, ഇതാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് 3.6 to 4 നമ്മൾ 4 എടുത്തു. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ലീഡ് ഇസ് ഈക്വൽ ടു ലിഫ്റ്റ് സ്ക്വയർ, അതായത് 4 സ്ക്വയർ ഇൻറ്റു 8.3. ഓക്കെ, 4 സ്ക്വയർ ഇൻറ്റു 8.3. ഓക്കെ, എൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ 6 നമ്മൾ 10 എടുക്കാം. ഓക്കെ, അതേപോലെ ലീഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 × 20 അല്ലേ? ലീഡ് ഈസ് ഈക്വൽ ടു ലിഫ്റ്റ് ഇൻറ്റു 20. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായ ഡീറ്റെയിൽ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലിഫ്റ്റ് അപ് ടു 3.6 meter is converted into horizontal lead by multiplying it with 10. അത് കറക്റ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്, 20 തെറ്റാണ്, അതേപോലെ ഇതും തെറ്റാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ്? നമ്പറിലാണോ, കിലോഗ്രാമിലാണോ, റണ്ണിങ് മീറ്ററിലാണോ, ക്വിൻ്റലാണോ? സോ ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിൻ്റലിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ഫോർ 12 mm ഡയമീറ്റർ സ്റ്റീൽ ബാർ? 0.08 ആണോ, 0.89 ആണോ, 1.1 ആണോ, 1.4 ആണോ? സോ ഇത് വളരെ ബേസിക് ആണ്. ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 0.0062 ഇൻറ്റു വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വെയിറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 0.0062 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡയമീറ്റർ എത്രയാണ്? 12. അപ്പോൾ 12 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. .0062 ഇൻറ്റു 12 ഇൻറ്റു 12 0.89. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 0.89. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. Next question. What percentage of total cost is added in the cost of construction for contingencies? Contingencies add ചെയ്യുമ്പോൾ എത്രയാണ് ആഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. 2% ആണോ, ഇത് 15% ആണല്ല, 5% ആണോ? ഓക്കെ, 2% ആണോ, 5% ആണോ, 1% ആണോ, 15% ആണോ? സോ കണ്ടിജൻസീസിൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം കണ്ടിജൻസീസ് നമ്മൾ എടുക്കുന്നത് 3 to 5% ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, കണ്ടിജൻസീസിൽ 3 to 5% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ആഡഡ് ടു ദ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഓഫ് ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഓവർ ഹെഡ് ചാർജസ്? ഓവർ ഹെഡ് ചാർജസ് എന്താണോ ചോദിക്കുന്നത്. ഓവർ ഹെഡ് ചാർജ് ബേസിക് മീനിങ് നോക്കാം. 10% ആണോ, 3% ആണോ, 18% ആണോ, 21.5% ആണോ? ഓവർ ഹെഡ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഓവർ ഹെഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇക്വലൻ്റ് ആണ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൾറെഡി നമ്മൾ നോക്കിയതായിരുന്നു. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇക്വലൻ്റ് ആണ് ഓവർ ഹെഡ് ചാർജ്. ഓക്കെ, അതിൻ്റെ റേഷ്യോ എത്രയാണ്? റേഷ്യോ നമുക്കറിയാം 1.5 to 2. ഓക്കെ, 1.5 to 2 നമ്മുടെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇത് നിയർ ബൈ നമ്മുടെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ബി ഓപ്ഷൻ നിയർ ബൈ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പെയിൻറ്റിംഗ് area of corrugated sheet, percentage increase in area above the plain area is 10% ആണോ, 14% ആണോ, 20% ആണോ, 25% ആണോ? സോ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ നോക്കിയതായിരുന്നു. ബട്ട് ഒന്നുകൂടെ റിമൈൻഡർ നമ്മൾ ഒന്നുകൂടെ നോക്കാം. ഇത് ആസ്ബെറ്റോസ് സെമി കൊറുഗേറ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ, ആസ്ബെറ്റോസ് സെമി കൊറുഗേറ്റഡ് ആണെങ്കിൽ 10% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൂട്ടും വാല്യൂവിനെ. അതേപോലെ ആസ്ബറ്റോസ് ഫുള്ളി കൊറിഗേറ്റഡ് ആണെങ്കിൽ, അതായത് കൊറിഗേറ്റഡ് ആണെങ്കിൽ 20% എടുക്കും. അതേപോലെ GI ഷീറ്റിൻ്റെ ആണെങ്കിൽ 14% എടുക്കും. ഇതിൽ ക്വസ്റ്റ്യൻ നല്ലോണം മെൻഷൻ ചെയ്തിട്ടില്ല ഏതാണെന്ന്. ബട്ട് കൊറിഗേറ്റഡ് ആണെങ്കിൽ നമ്മൾ ആസ്ബറ്റോസിന് 20% ആണ് എടുക്കുന്നത്. സെമി കൊറിഗേറ്റഡ് ആണെങ്കിൽ 10%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡക്ഷൻ ഓഫ് ജംഗ്ഷൻ ഓഫ് വാൾ ഫോർ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സെൻട്രൽ ലൈൻ. സോ ഡിഡക്ഷൻ ഏതാണ്? ഇത് ഓൾറെഡി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഹാഫ് ദ തിക്നെസ് ആണോ, നോ ഡിഡക്ഷൻ ആണോ, തിക്നെസ് ഓഫ് വാൾ ആണോ, ട്വൈസ് ദ തിക്നെസ് ആണോ? സോ ഓൾറെഡി നമ്മൾ നോക്കിയത് L ആണെങ്കിൽ നോ ഡിഡക്ഷൻ, T ആണെങ്കിൽ നമ്മൾ ഹാഫ് ദ തിക്നെസ് ഡിഡക്റ്റ് ചെയ്യും. അതേപോലെ ക്രോസ് ജംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഫുൾ തിക്നെസ്സിനെ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നമ്മൾ B ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഇൻ ക്യൂബിക് മീറ്റർ ഫോർ 10 square meter of cement plaster 12 mm thick using cement mortar of 1:6. 1:6 റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. തിക്നെസ് 12 mm ആണ്, സ്ക്വയർ മീറ്ററിലാണ് വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ മീറ്റർ നമ്മൾ വോള്യൂം കൺവേർഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 10 × 0.01, അപ്പോൾ മീറ്ററിൽ കൺവേർട്ട് ആയി. ഓക്കെ, അപ്പോൾ വോള്യൂം നമുക്ക് കിട്ടി. ഓക്കെ, വോള്യൂം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഇത് ഡ്രൈ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1. സിമെൻറ്റ് മോട്ടർ ആണ് അല്ലേ? അപ്പോൾ 1.25 × 1/7. സോ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ലൈനിൽ ആൻസർ എഴുതുന്നത്. ഓക്കെ, 1/7. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 10 × 0.012 × 1.25 ഓക്കെ ഡിവൈഡഡ് ബൈ 7. 0.0214 എന്ന് പറയുമ്പോൾ നിയർലി ഇത് കിട്ടും. C ഓപ്ഷൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ ഫങ്ഷൻ ആസ് എ ആർബിട്രേറ്റർ ഇൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്? ആരാണ് ആർബിട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ചീഫ് എഞ്ചിനീയർ ആണോ, ജൂനിയർ എഞ്ചിനീയർ ആണോ, സൂപ്രിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ ആണോ, സൂപ്പർവൈസർ ആണോ? ഓക്കെ, സോ നമ്മുടെ ഓണറിൻ്റെയും കോൺട്രാക്ടറിൻ്റെയും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്നത് ആരാണ്? ആർബിട്രേറ്റർ ആണ്. ഓക്കെ, അത് ആർബിട്രേറ്റർ ആരാണ്? സൂപ്രിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ ആണ് ആർബിട്രേറ്റർ. ഓക്കെ, സൂപ്രിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ. ഓക്കെ, സോൾവ് ഡിസ്പ്യൂട്ട് മെയിൻലി സോൾവ് ചെയ്യുന്നത് സൂപ്രിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ ആണ്. ഓക്കെ, സോ ആൻസർ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തഡ്? നമ്മൾ ഓൾറെഡി ക്യൂബിക്കൽ കണ്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. സോ നമുക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ടോട്ടൽ ഏരിയ വിത്ത് ഏരിയൽ റെൻ്റ് ആണോ, അതോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ആണോ, or it is less accurate as compared to plinth area estimate ആണോ, it is best suited for the estimate of multi-storied building ആണോ? ഓക്കെ, നമുക്ക് ആൻസർ ഓൾറെഡി അറിയാം. സോ ഇത് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. മൾട്ടിപ്ലൈയിങ് വിത്ത് ഏരിയ, ടോട്ടൽ ഏരിയ അല്ല, നമ്മൾ ക്യൂബിക് കണ്ടൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ റേറ്റ് കിട്ടുന്നത്. സോ ക്യൂബിക് കണ്ടൻറ്റിനെ അതിൻ്റെ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബിക്കൽ ഏരിയ അല്ലെങ്കിൽ വോള്യത്തിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടോട്ടൽ ഏരിയ അല്ല വോള്യം. ഓക്കെ, ടോട്ടൽ ഏരിയ അല്ല വോള്യം. ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ആസ് കമ്പയർഡ് ടു പ്ലിന്ത് ഏരിയ. ഒബ്വിയസ്ലി ലെസ് ആക്യുറേറ്റ് അല്ല, മോർ ആക്യുറേറ്റ് ആണ്. ഓക്കെ, മോസ്റ്റ് ആക്യുറേറ്റ് അപ്രോക്സിമേറ്റ് ആണ് ക്യൂബിക്കൽ. ഓക്കെ, മോർ ആക്യുറേറ്റ് ആണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ എസ്റ്റിമേറ്റ് ഓഫ് മൾട്ടി സ്റ്റോറി. സോ ഇത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, സോ D ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ബാഗ്സ് ഓഫ് ദ സിമെൻറ്റ് ആർ റിക്വയർഡ് ഫോർ 14 ക്യൂബിക് മീറ്റർ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക്? 1:2:4. 1:2:4 റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, 1:2:4 റേഷ്യോ ഉണ്ട്, പ്ലസ് 14 ക്യൂബിക് മീറ്റർ. സോ ഇതിൽ നമ്പർ ഓഫ് ബാഗ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി നമ്പർ ഓഫ് ബാഗ്സ്? ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ട് നമുക്കറിയാം. ഓക്കെ, ഇതെങ്ങനെയാണ് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി നമ്പർ ഓഫ് ബാഗ്സ് ആണ് കണ്ടുപിടിക്കുന്നത്? കോൺക്രീറ്റ്. സോ കോൺക്രീറ്റ് ആണ് കേട്ടോ. സോ കോൺക്രീറ്റ് ആകുമ്പോൾ നമ്മൾ എത്രയാണ്? 14 × 1.54. സോ മോട്ടർ ആണെങ്കിൽ 1.24 ആയിരുന്നു, കോൺക്രീറ്റ് ആണെങ്കിൽ 1.54. 1 meter cube of dry concrete is equal to 1.54 meter cube of wet concrete. Okay, so 1.54 മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? 1/1 + 2 + 4. ഓക്കെ, നമ്മൾ വോള്യൂം കൺവേർഷൻ ചെയ്യുമ്പോൾ സോ നമുക്ക് നമ്പർ ഓഫ് ബാഗ്സ് ആണ് വേണ്ടത് അല്ലേ? സോ വോള്യൂം ഓഫ് ദ സിമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്?
0.0347. ഓക്കെ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 14 ഇൻറ്റു 1.54 divided by 4 plus 2 plus 1, 7 divided by 0.0347. Okay, so 88.76 കിട്ടി. സോ ആൻസർ എന്ന് പറയുമ്പോൾ 88 ആണ്. സോ ഇതാണ് ക്ലോസസ്റ്റ് ആൻസർ. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The knowledge of which item is necessary for analysis of rate. Analysis of rate കൺസിഡർ ചെയ്യുമ്പോൾ ഏത് നോളജ് ആണ് എസെൻഷ്യൽ അല്ലെങ്കിൽ ഐറ്റം ആണ്, സോറി, the knowledge of which item is necessary for the analysis of rate. Analysis of rate കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഐറ്റം ആണ് റിക്വയർഡ്? കോൺട്രാക്ടർ പ്രോഫിറ്റ് ആണോ, ടൂൾ ആൻഡ് പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണോ, ടാസ്ക് ഓഫ് ദ ലേബർ ഇൻ 1 day ആണോ? ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? ടാസ്ക് ഓഫ് ദ ലേബർ ഇൻ 1 day, ഔട്ട് ടേൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഔട്ട് ടേൺ, ടാസ്ക് ഓഫ് ലേബർ ഇൻ 1 day ആണോ, ഓർ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ? സോ ഇതിൽ എല്ലാ ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അനാലിസിസ് ഓഫ് റേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ഫാക്ടറും, കോൺട്രാക്ടർ പ്രോഫിറ്റും ടൂൾസ് ആൻഡ് പ്ലാൻ എക്സ്പെൻഡിച്ചറും ഔട്ട് ടേണും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് മെഷർമെൻറ്റ് ഓഫ് പോയിൻറ്റിംഗ്? പോയിൻറ്റിങ്ങിൻ്റെ യൂണിറ്റ് മെഷർമെൻറ്റ് എത്രയാണ്, ഏതാണ്? സോ മീറ്റർ ആണോ, ക്യൂബിക് മീറ്റർ ആണോ, കിലോഗ്രാം ആണോ, സ്ക്വയർ മീറ്റർ ആണോ? സോ സ്ക്വയർ മീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ നോക്കിയതാണ് ഇതിൻ്റെ. സോ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടാണ് ഞാൻ പിന്നും അതേ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിക്കോസ് ഇത് നമ്മൾ 100% തെറ്റാൻ പാടില്ല. ഓക്കെ, സോ സ്ക്വയർ മീറ്റർ ആണ് പോയിൻറ്റിംഗ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ സ്റ്റീൽ ബാർ റിക്വയർഡ് ഫോർ ദ സ്ലാബ് ഓഫ് 3 meter into 2 meter if the slab is reinforced with 16 meter diameter bar and at the rate of അതിൻ്റെ സ്പേസിംഗ് തന്നിട്ടുണ്ട് 250 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ലോങ്കിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷൻ്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഡയറക്ഷൻ്റെയും ടോട്ടൽ തന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ സ്പേസിങ്. സോ ഇതിൽ നമ്മൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലാബിൻ്റെ. നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റിന് വേറെ കളർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് 250 ആണ്, ബോത്ത് ലോങ്കിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ്. ഓക്കെ, സോ നമ്മൾ ലോങ്കിറ്റ്യൂഡിനലിൽ ട്രാൻസ്വേഴ്സിന് നമ്മൾ യെല്ലോ വെച്ച് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം എത്രയാണെന്ന്. ഓക്കെ, സോ ഇത് 3 meter ആണ്. ഓക്കെ, ഇത് 3 meter, ഇത് 3 meter ലെങ്ത് ആണ്. 3 meterൻ്റെ ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്. ഓക്കെ, ഇത് 2 meter ആണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് എത്രയാണ്? 250 mm. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ നമ്പർ ഓഫ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ട്രാൻസ്വേഴ്സ്, ആദ്യം ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്പർ ഓഫ് ബാർസ് എത്രയാണെന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ ലോങ്കിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നോക്കാം. ലോങ്കിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആണെങ്കിൽ 2/0.250 സ്പേസിങ് വെച്ച് ഡിവൈഡ് ചെയ്ത് +1 ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ ഫസ്റ്റ് ലോങ്കിറ്റ്യൂഡിനായിരുന്നു, സെക്കൻഡ് ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ 3/250, 3/0.25, 0 + 1. സോ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 2 / 0.25 + 1, 9. ഓക്കെ, അതേപോലെ 3 / 0.250 + 1, അപ്പോൾ 9 and 13. ഓക്കെ, 9 and 13. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 9 ആണ്, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 13 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സ്റ്റീൽ ബാർ റിക്വയർഡ് ഫോർ ദ സ്ലാബ് 3 meterൻ്റെയും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിച്ചു. ആൻഡ് ഇഫ് ദ സ്ലാബ് ഈസ് റെയിൻഫോഴ്സ്ഡ് അറ്റ് 16 mm ഡയമീറ്റർ, 16 mm ഡയമീറ്റർ ആണ്. സോ ഏരിയ രണ്ടിൻ്റെയും സെയിം ആണ്. സോ 16 mm രണ്ടിൻ്റെയും ഏരിയ സെയിം ആണ്, രണ്ടിൻ്റെയും ഡയമീറ്റർ 16 mm തന്നെയാണ്. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഓക്കെ, സോ 5/4 നമ്മൾ കൺവേർട്ട് ചെയ്തു. 16 into
കൺവേർട്ട് ചെയ്തു mm-ലാണ്. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്തു. ബാക്കി രണ്ടും സെയിം ആണ്. ഓക്കെ, 9 × 3 + 13 × 2. അപ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് വന്നത്. ഓക്കെ, സി, അതായത് 82.17 ആണ് വന്നത് കറക്റ്റ്. സോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ബേസിക് ആണ്, നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈസിയാണ്. ഓക്കെ, സോ ആൻസർ എന്നാൽ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The objective of creating the sinking fund to accumulate the sufficient money to meet cost of the construction and replacement after its useful life, pay taxes ആണോ, recover the cost of construction ആണോ, save money for future ആണോ? സോ സിങ്കിങ് ഫണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കിങ് ഫണ്ട് ഇൻ കേസ് നിങ്ങളൊരു കാർ വാങ്ങിച്ചു. ഓക്കെ, കാർ വാങ്ങിച്ചത് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5 lakh ആണ്. ഓക്കെ, 5 lakhൽ കാർ വാങ്ങിച്ചു. ഓക്കെ, അതിൻ്റെ നമ്മൾ വാങ്ങിച്ചപ്പോഴേ അതിന് ഡിസൈഡ് ചെയ്തത് റെൻറ്റിൽ കൊടുക്കണം എന്നായിരുന്നു. ഓക്കെ, നമ്മൾ ഇവരോട് തന്നെ ആയിരിക്കാം. ഓക്കെ, സോ 5 lakhൽ കാർ വാങ്ങിച്ചു. 5 lakh, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 5 lakh. ഓക്കെ, അത് വാങ്ങിച്ചപ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്തത് നമ്മൾ വാങ്ങിച്ചപ്പോഴേ ഡിസൈഡ് ചെയ്ത് റെൻറ്റിൽ കൊടുക്കണം എന്നാണ് ഡിസൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റെൻറ്റിന് കൊടുത്തപ്പോൾ അതിന് മന്ത്ലി അത് തരുന്നത്, അത് റെൻറ്റ് നമ്മൾ ഒരാൾക്ക് ഓടിക്കാൻ കൊടുത്തു. അത് കാരണം നമുക്ക് കിട്ടുന്നത് മന്ത്ലി കിട്ടുന്നത് 20,000 ആണ്. ഓക്കെ, 20K ആണ് നമുക്ക് മന്ത്ലി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം കാറിൻ്റെ ഇപ്പോഴത്തെ ലൈഫ് നല്ല ലൈഫായിരിക്കും, അതേപോലെ ഡിപ്രിഷിയേറ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ ഡിസൈൻ ലൈഫ് വരെ പോകുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ അതായത് 0 ആകും. ഓക്കെ, അതേപോലെ നമുക്ക് എല്ലാ മന്തും നമുക്ക് 20,000 കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? 20,000 അപ് ടു ഇത് ഡിസൈൻ ലൈഫ്, എപ്പം വരെ ഇതിൻ്റെ ഡിസൈൻ ലൈഫ് ഉണ്ടോ അതുവരേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ സം ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ടോട്ടൽ ലാക്ക്, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈസ് ഇക്വലൻറ്റ് ടു അതിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വലൻ്റ് ആകുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫണ്ട് സിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫണ്ട് സിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട്, അതായത് 20,000 അക്യുമുലേറ്റ് ചെയ്ത എമൗണ്ട് ഈസ് ഇക്വലൻറ്റ് ടു ഡിസൈൻ, അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ വാങ്ങിച്ചത് അതിൻ്റെ ഇക്വലൻ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. മീറ്റ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്ലേസ്മെൻറ്റ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ആണോ, പേ ടാക്സസ് ആണോ, റിക്കവർ ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണോ, സേവ് മണി ഫോർ ഫ്യൂച്ചർ യൂസ് ആണോ? സോ ഒബ്വിയസ്ലി ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. മീറ്റ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്ലേസ്മെൻറ്റ് ആഫ്റ്റർ യൂസ്ഫുൾ ലൈഫ്. സോ അത് കഴിഞ്ഞിട്ട് റിപ്ലേസ് ചെയ്തു. സോ ആ ഒരു ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് വെച്ച് നമുക്ക് റീയൂസ് ചെയ്ത് ഇത് പിന്നെ നമുക്ക് 5 lakhs നമുക്ക് കാർ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the primary estimate including contractor's profit in rupees for building having plinth area തന്നിട്ടുണ്ട്. So contractor profit plinth area 1500 square meter and rate is 2000 per square meter. So ഇതിൽ നമ്മൾ തന്നിട്ടില്ലാത്ത ഏതാണ്? നമ്മൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്നാണ് തരുന്നത്. അപ്പോൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് എത്രയാണ് എടുക്കേണ്ടത് നമ്മൾ? സോ കോൺട്രാക്ടർ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 10% ആണ് എടുക്കേണ്ടത്. ഓക്കെ, 10% ആണ് കോൺട്രാക്ടർ പ്രോഫിറ്റ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ബേസിക് ആണ്, വളരെ നമ്മൾ ഡയറക്റ്റ് സബ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 2000 ഇൻറ്റു നമ്മൾ കണ്ടത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2000 ഇൻറ്റു 1500 ഇൻറ്റു 1.1, അതായത് 10% പ്രോഫിറ്റ്. ഓക്കെ, സോ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വരും? 30 വരും അല്ലേ? 30നെ 1.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 33 വരും. സോ 33 ഇൻറ്റു 33 ഏതാണ് ഓപ്ഷൻ നോക്കണം, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ചില ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ബേസിക്കായിട്ട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയും സോൾവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ബിലോ ദ ക്വാണ്ടിറ്റി ഓഫ് BFS ഫുൾ ഫോം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, സോ BFS അണ്ടർ ദ ഫുട്ടിംഗ് പെർ
മീറ്റർ ലെങ്ത് ഈസ്, അതിൽ മീറ്റർ ലെങ്ത്തിൽ നമ്മുടെ ക്വാണ്ടിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ട്രിപ്പ് ഫുട്ടിൻ്റെ നമ്മൾ ആണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സാംസ് നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇന്ന സ്ക്വയർ മീറ്റർ. സോ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളെ ക്യൂബിക് മീറ്ററിലെ യൂണിറ്റ് പെർ മീറ്റർ ലെങ്ത്തിലാണ്, ക്യൂബിക് പെർ മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് പെർ മീറ്റർ ക്യൂബ്, മീറ്റർ ലെങ്ത് ആണ്. ഓക്കെ, പെർ മീറ്റർ ലെങ്ത് ആണ്. സോ ബാക്കി ആൻസർ നോക്കാം നമുക്ക്. ഇത് രണ്ടും അങ്ങനെ തന്നെ റിജക്റ്റ് ആയി, സ്ക്വയർ മീറ്ററിലാണ് ആൻസർ. സോ ഇത് രണ്ടും ആൻസർ അല്ല, ഇത് രണ്ടുമായിരിക്കും ആൻസർ. ഇത് രണ്ടിന് ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. സോ ക്വാണ്ടിറ്റി ഓഫ് BFS ആണ് ചോദിച്ചിരിക്കുന്നത്. സോ BFSൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് എത്രയാണ്, 75 തിക്നെസ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ സെക്ഷണലിൻ്റെ ലെങ്ത് എത്രയാണ്, 75. സോ 750 ഇൻറ്റു 10⁻³ അത് mm-ലാണ്. സോ 10⁻³ ഇൻറ്റു 75 ഇൻറ്റു 10⁻³ ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണെന്ന് വെച്ചാൽ അതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് 750 ഇൻറ്റു 750 ഒരിക്കലും 750 ആ ലെവലിൽ വരത്തില്ല. ഓക്കെ, ഈ വാല്യൂ എന്തായാലും വരത്തില്ല. ഓക്കെ, പിന്നെ വരാനുള്ള ചാൻസ് ഇ ആണ്, സി ഓപ്ഷൻ. ഇത് മാത്രമേ ഉള്ളൂ പെൻഡിങ്. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ മീറ്റർ. സോ ഇതിൽ തന്നിട്ടുണ്ട് പെർ മീറ്റർ ലെങ്ത് ആണെന്ന്. ഓക്കെ, സോ മീറ്റർ ക്യൂബ് പെർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് 150 PCC, 150 തിക്ക് PCC 1:3:6 പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ്, എന്താണെന്ന് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആൻസർ ആവാം. ഇത് ആക്ച്വലി ഇൻസഫിഷ്യൻറ്റ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് മൂന്നിൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ 500 ഇൻറ്റു 10⁻³ ഓക്കെ, 500 ഇൻറ്റു 10⁻³ ഇൻറ്റു 75 mm തിക്കാണ്. സോ ഇൻറ്റു 10⁻³ സോ ആൻസർ കിട്ടും. ഓക്കെ, അതേപോലെ 625 ഇൻറ്റു 10⁻³ ഇൻറ്റു 75 mm തിക്ക്, അപ്പോൾ 75 ഇൻറ്റു 10⁻³ ഓക്കെ. നെക്സ്റ്റ് 750 ഇൻറ്റു 10⁻³ ഇൻറ്റു 75 mm തിക്ക്. സോ ഇതിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതാണോ ആൻസർ കിട്ടുന്നത്, ഓക്കെ, ഏതാണോ ആൻസർ കിട്ടുന്നത് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാണോ ആൻസർ കിട്ടുന്നത് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ തിക്നെസ് എന്ന് പറഞ്ഞാൽ 150, ക്വാണ്ടിറ്റി ഓഫ് 150 PCC തിക്നെസ് ആണ് തോന്നുന്നത്. സോ ഇത് 175 പകരം 150 എടുത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, 150 ഓക്കെ. സോ ആൻസർ ഏതാണോ ക്ലോസ് ഓപ്ഷൻ അതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ബിക്കോസ് ഇത് ഒരു ഇൻസഫിഷ്യൻറ്റ് ഡാറ്റയാണ്. ഡാറ്റ നമുക്ക് നല്ലോണം തന്നിട്ടില്ല, ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നല്ലോണം തന്നിട്ടില്ല. ഓക്കെ, സോ ആൻസർ നമുക്ക് അറിയാവുന്നത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടുപിടിക്കുമ്പോൾ ഏതാണ് റേഞ്ചിൽ, ഏതെങ്കിലും ഒന്ന് മാത്രമേ വരത്തുള്ളൂ, അതും ക്യൂബിക് മീറ്റർ യൂണിറ്റിലാണ് വരേണ്ടത്. ഏതെങ്കിലും ഒന്ന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, സോ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദ അബവ് ഫിഗർ റിപ്രസെൻറ്റ് പ്ലാൻ ആൻഡ് സെക്ഷൻ. പ്ലാൻ ആൻഡ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. Of an excavation layout, the volume of earthwork in excavation of foundation trench is എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഡ്രോയിങ് കുറച്ച് ഇച്ചിരി പ്രശ്നമുണ്ട്. ഓക്കെ, സോ സെൻട്രൽ ലൈൻ നമ്മൾ പ്രോപ്പർലി ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. സോ സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ 6. സോ ഈ ഒരു ലെങ്ത്, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മൈനസ് 0.8/2 ഇൻറ്റു 2 അല്ല, ബിക്കോസ് രണ്ട് സൈഡിലും നമ്മൾ ലെങ്ത് മൈനസ് ചെയ്തു, അപ്പോൾ 0.8. ഓക്കെ, രണ്ട് സൈഡിൽ ഈ സൈഡിലും നമ്മൾ മൈനസ് ചെയ്തു, ഈ സൈഡിലും മൈനസ് ചെയ്തു, അപ്പോൾ 0.8. അപ്പോൾ 0.8 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 5.2 കിട്ടും. ഓക്കെ, 5.2 കിട്ടി. പിന്നെ നമുക്ക് ഈ സൈഡിൽ കണ്ടുപിടിക്കണമെങ്കിലോ, അപ്പോൾ 4 മൈനസ് 0.8 മൈനസ് ചെയ്യണം. അപ്പോൾ 4 മൈനസ് 0.8 എന്ന് പറയുമ്പോൾ 3.2 കിട്ടും. ഓക്കെ, അപ്പോൾ 3.2 കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത് കിട്ടി. അപ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത് രണ്ടിനെയും പ്ലസ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്യണം. അതായത് 5.2 പ്ലസ് 3.2 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടി. ഓക്കെ, ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെൻട്രൽ ലൈൻ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ സെൻട്രൽ ലൈൻ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ ക്രോസ് സെക്ഷനാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടി. ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റു ഇതിൻ്റെ എത്രയാണ് വാല്യൂ കിട്ടുന്നത്, ഇൻറ്റു 0.8 ഇൻറ്റു 0.6.
അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ എത്രയാണ്? 5.2 പ്ലസ് 3.2 ഇൻറ്റു 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.6 8.064. 8.064 ഏതിനാണ് മാച്ച് ആവുന്നത്? ബി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ 8.064 ക്യൂബിക് മീറ്റർ. ഓക്കെ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ഐ ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ ആൻഡ് എൻ ഇസ് ദ നമ്പർ ഓഫ് ഇയർ, ദെൻ കോഎഫിഷ്യൻറ്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട് ഈസ് IC. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ഓപ്ഷൻ? സോ ഇതിൽ സിങ്കിങ് ഫണ്ട് ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ഡയറക്റ്റ് ഫോർമുല ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. I/1 പ്ലസ് I⁻n മൈനസ് 1. ഓക്കെ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ സോ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത സെക്ഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.